ആഗോള അയ്യപ്പ സംഗമം വഴി തുറക്കുന്നത് മധ്യകേരളത്തിന്റെ വികസന കുതിപ്പിന്. വിമാനത്താവള റെയിൽവേ പദ്ധതികളുടെ തുടർ നടപടികൾ വേഗത്തിലാക്കുവാൻ സംസ്ഥാന സർക്കാർ. എരുമേലി വിമാനത്താവള പദ്ധതിക്കായി അടുത്ത വർഷം സ്ഥലം ഏറ്റെടുക്കും. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഏറെ നാളത്തെ ആസൂത്രണവും കൂടിയാലോചനയുമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നത്. ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റിയെടുക്കുമ്പോൾ അവിടെ വിമാനത്താവളം വേണം, റെയിൽ കണക്ടിവിറ്റി അടക്കമുള്ള കാര്യങ്ങൾ വേണം. അതിൽ കൃത്യമായ ഒരു ആസൂത്രണം പദ്ധതി സംസ്ഥാന സർക്കാരിനുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാകണം അടുത്ത വർഷം ഈ എരുമേലി വിമാനത്താവള പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ നീക്കം. സർക്കാർ കൃത്യമായ ട്രാക്കിൽ തന്നെയാണ്. ശബരിമലയെ മാറ്റുമ്പോൾ ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് സഞ്ചാര സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കടമ്പ. നമ്മുടെ നിരത്തുകളിൽ പലപ്പോഴും വാഹനങ്ങളുടെ പെരുപ്പം മൂലം ഗതാഗത കുരുക്ക് നിത്യസംഭവമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മണിക്കൂറുകൾ റോഡിൽ ചെലവഴിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഇവിടേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ പരിഗണന. അതുകൊണ്ട് തന്നെയാണ് ശബരിമല വിമാനത്താവള പദ്ധതിയുമായി സർക്കാർ ഗതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സർവേ നടപടികൾ എരുമേലി തെക്ക് വില്ലേജിലും മണിമല വില്ലേജിലുമായി സ്വകാര്യ വ്യക്തികളുടെ ഏറ്റെടുക്കേണ്ട ഭൂമിയിലെ സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത വർഷം തന്നെ ഭൂമി ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വ്യക്തമാക്കുകയുണ്ടായി. സർക്കാർ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ കൂടി കിട്ടുന്നുണ്ട്. പൊതുവെ മറ്റ് എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രത്തിന്റെ ഒരു അവഗണനയാണ് എങ്കിൽ ഇതിന് കേന്ദ്രത്തിന്റെ ഒരു പിന്തുണ കിട്ടുന്നുണ്ട്. മറ്റ് എതിർപ്പുകളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് സർക്കാരിനുള്ളത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ അങ്കമാലി ശബരി റെയിൽപാത, ഈ ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രമാണ് മുതൽ മുടക്കുന്നത്, റെയിൽവേ മന്ത്രാലയമാണ് പണം മുടക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു സംസ്ഥാനം ഇതിനു വേണ്ട പദ്ധതി ചെലവിന് വേണ്ടിയുള്ള പകുതി പണം ചെലവഴിക്കാം, സംസ്ഥാന സർക്കാർ ആ പണം നൽകാമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തുമ്പോൾ ഒരു കേന്ദ്ര പദ്ധതിക്ക് വേണ്ടി സംസ്ഥാനം പണം ചെലവഴിക്കുകയാണ്. അങ്ങനെ റെയിൽവേ കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ ഇടുക്കി ജില്ലയിൽ കൂടി ആദ്യമായി ട്രെയിൻ ഓടിത്തുടങ്ങും. അങ്ങനെ ട്രെയിൻ ഓടിത്തുടങ്ങുമ്പോൾ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളുടെ വികസനത്തിന് ഇത് വഴി തുറക്കും. മധ്യ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വഴി തുറക്കും. മാത്രമല്ല പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് റോപ്പ് വേ സംവിധാനം കൂടി വരികയാണ്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ ഈ ഉദ്ഘാടന വേദിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അയ്യപ്പനെ കാണണമെന്ന് തന്നെ പോലെ പ്രായം ചെന്ന മനുഷ്യർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ എത്തിപ്പെടാൻ തനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം തലച്ചുമടായി അവിടേക്ക് എത്തുന്നതിന് തനിക്ക് താല്പര്യമില്ല. എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ അയ്യപ്പനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹമുണ്ട് എന്ന് വെള്ളാപ്പള്ളി ഇന്നലെ ഈ ഉദ്ഘാടന വേദിയിൽ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പ്രായം ചെന്ന ആളുകൾക്ക് സന്നിധാനത്തേക്ക് പോകാൻ വേണ്ടിയുള്ള റോപ്പ് വേ സംവിധാനം കൂടി വരും നാളുകളിൽ യാഥാർത്ഥ്യമാകും. അപ്പോൾ വിമാനത്താവളം, റെയിൽവേ, റോപ്പ് വേ, അപ്പം കൂടുതൽ ആളുകൾ ശബരിമലയിലേക്ക് എത്തിപ്പെടും. ഇങ്ങനെ ശബരിമലയിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരു ആത്മീയ ടൂറിസം സർക്കിൾ രൂപപ്പെടുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗുരുവായൂർ, ശബരിമല, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം ഉൾപ്പെടെ കണക്ടിവിറ്റി ആക്കിക്കൊണ്ട് ഒരു ആത്മീയ ടൂറിസം കേന്ദ്രമാക്കി ഇതിനെ മാറ്റാം. ഒപ്പം തന്നെ കേരളത്തിലെ ടൂറിസം സാധ്യതകൾക്ക് ഈ യാത്രാ സൗകര്യങ്ങൾ കൂടി പ്രയോജനപ്പെടും. അങ്ങനെ ഇടുക്കി ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് വേഗം എത്തിപ്പെടാൻ ഇത്തരം യാത്രാ സൗകര്യങ്ങൾ വഴി തുറക്കും. അതോടുകൂടി കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്ക് ഈ പദ്ധതികൾ വഴി തുറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുജു. ശരി, സനോജ് സുരേന്ദ്രനാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം എരുമേലി വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് നടക്കുന്ന നടപടികൾ സംസ്ഥാന സർക്കാർ ഊർജിതമാക്കിയതിനെ സംബന്ധിച്ച്, റെയിൽവേ പദ്ധതി ഊർജിതമാക്കുന്നതിനെക്കുറിച്ചൊക്കെ വിവരങ്ങൾ പങ്കുവച്ചത്.